കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ശബ്ബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധദ്രവ്യം വർഗം വാങ്ങി. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി 6 കല്ല് ഉരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു. ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും ചേർന്ന് യേശുവിൻ്റെ കല്ലറയ്ക്കലേക്ക് അവർ പുറപ്പെടുകയാണ്. എന്നാൽ അവർ പുറപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ യാത്രയിൽ അവർ പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: കല്ലറയ്ക്കൽ നിന്ന് ആർ നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടിക്കളയും? കാരണം അവർ നേരത്തെ കണ്ട ഒരു സംഭവമാണ്. യേശുവിനെ വെച്ച കല്ലറ എവിടെയെന്ന് അവർ കണ്ടു. ആ കല്ലറയ്ക്ക് മുമ്പിൽ വലിയൊരു ഭാരമുള്ള കല്ല് ഉരുട്ടി വച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിൽ റോമൻ ഗവൺമെൻറ്റിൻ്റെ സീലുണ്ട്. അതുകൂടാതെ സൈനികർ അതിന് മുൻപിൽ കാവൽ നിൽക്കുന്നുണ്ട്. ഇവർ ശബ്ദത്തിനു ശേഷം യേശുവിൻ്റെ ശരീരത്തിൽ സുഗന്ധവർഗം പൂശുവാൻ വേണ്ടി ആണ് അവർ ഭവനത്തിൽ നിന്നും ഇറങ്ങിയത്. എന്നാൽ അവർക്കറിയാം തങ്ങളുടെ ലക്ഷ്യം സാധിക്കാതിരിക്കുന്ന തരത്തിലുള്ള പ്രതികൂലം അവർക്ക് മുമ്പിലുണ്ട്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന 3 തരത്തിലുള്ള പ്രതികൂലം. ഒന്ന്, വളരെ ഭാരമുള്ളൊരു കല്ല് ആ കല്ലറയ്ക്ക് മുമ്പിലുണ്ട്. 2, അതിൻ്റെ മുമ്പിൽ ആ കല്ലിൻ്റെ മുകളിൽ ഗവൺമെൻറ് സീൽ പതിച്ചിട്ടുണ്ട്. 3, അവിടെ ഗവൺമെൻറ്റിൻ്റെ അധികാരികൾ, സൈനികർ അതിന് കാവൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യം പൂർണ്ണമാകാൻ ചാൻസ് കുറവാണ്. പക്ഷെ എങ്കിലും ഇവർ വിശ്വാസത്തോടുകൂടെ സുഗന്ധവർഗവുമായിട്ട് യേശുവിൻ്റെ കല്ലറയ്ക്കിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ആ യാത്രയിലാണ് അവർ ഇപ്രകാരം ചോദിക്കുന്നത്: ആർ നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടിക്കളയും? പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 4 പേർ ചേർന്ന് ഒരു പക്ഷപാത രോഗിയെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവർ 4 പേര് ചേർന്ന് ഈ രോഗിയെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് യേശു ഇരുന്നിരുന്ന വീടിന് ചുറ്റും വലിയ പുരുഷാരം, ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അവരുടെ ലക്ഷ്യം നിറവേറുവാൻ ഒരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യം അവർ കൺമുൻപിൽ കാണുകയാണ്. എങ്കിലും അവർ വിശ്വാസത്തോടുകൂടെ ഈ രോഗിയെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാഴ്ച, അവർ പിന്മാറിപ്പോകുവാൻ തയ്യാറായില്ല. ഈ വലിയ കൂട്ടത്തെ കണ്ട് തങ്ങൾക്കിത് സാധിക്കത്തില്ല, ഈ രോഗിയെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ച് നിരാശയോടെ പിന്മാറിപ്പോകുവാൻ അവർ തയ്യാറായില്ല. എന്ത് ലക്ഷ്യത്തോടെയാണ് അവർ ഇറങ്ങി പുറപ്പെട്ടത്? എന്ത് ഉദ്ദേശത്തിനു വേണ്ടിയാണ് അവർ ഇറങ്ങി തിരിച്ചത്? 4 പേരും ഒരുമിച്ച് ഐക്യതയോടെ വിശ്വാസത്തോടുകൂടെ യേശു ഇരുന്നിരുന്ന വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ഈ രോഗിയെ യേശുവിൻ്റെ മുൻപിൽ ഇറക്കി വെച്ചതായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അവിടെ വിശ്വാസത്തെ കണ്ട് യേശു കർത്താവ് ആ രോഗിയെ സൗഖ്യമാക്കുവാൻ ഇടയായിത്തീർന്നു. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, 3 സഹോദരിമാർ, 3 സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറയ്ക്കലേക്ക് പോവുകയാണ് യേശുവിൻ്റെ ശരീരത്തിൽ സുഗന്ധവർഗം പൂശേണ്ടതിന് വേണ്ടി. എന്നാൽ അവരുടെ ലക്ഷ്യത്തെ
തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികൂലം അവരുടെ കൺമുമ്പിൽ നിൽക്കുകയാണ്. എങ്കിലും വിശ്വാസത്തിൽ അവർ ഇറങ്ങിയത് കൊണ്ട്, വിശ്വാസത്തിൽ അവർ മുന്നോട്ട് പോകുവാൻ തയ്യാറായതുകൊണ്ട് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആ കല്ല് ഉരുട്ടി മാറ്റുവാനിടയായി. അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സ്വർഗത്തിൽ നിന്നും കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് കല്ലിനെ ഉരുട്ടി മാറ്റി. ആ ഉരുട്ടി മാറ്റിയതിന് ശേഷം ദൂതൻ ആ കല്ലിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. ഞാൻ ഈ വാക്യം ചിന്തിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തേക്ക് വന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. ദൂതൻ എന്തുകൊണ്ട് ആ കല്ല് ഉരുട്ടി മാറ്റി അതിൻ്റെ മുകളിൽ ഇരുന്നത്? കാരണം നേരത്തെ ഒരു സന്ദേശം ഇവർക്കിടയിലുണ്ട്. യേശുവിൻ്റെ ശരീരം ഇവർ മോഷ്ടിച്ചു കൊണ്ടുപോയി, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് കള്ളം പറയാൻ ചാൻസ് ഉള്ളത് കൊണ്ട് വളരെ ഏറിയ സുരക്ഷ ആ യേശുവിൻ്റെ കല്ലറയ്ക്ക് വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കല്ല് ഉരുട്ടി മാറ്റിയാൽ വീണ്ടും അത് ഉരുട്ടി ആ കല്ലറയ്ക്ക് മുമ്പിൽ വയ്ക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദൂതൻ അതിൻ്റെ മുകളിൽ ഇരിക്കുന്നതിൻ്റെ സ്തോത്രം ഇപ്രകാരം പറയുകയാ: നിനക്ക് വേണ്ടി സ്തോത്രം നീ ആരെ അന്വേഷിച്ചു വരുന്നുവോ അതിന് തടസ്സമായി നിൽക്കുന്ന പ്രതികൂലത്തെ ഞാൻ മാറ്റി അത് വീണ്ടും നിനക്ക് വിരോധമായി നിൽക്കാതിരിപ്പാൻ, നിനക്ക് പ്രതികൂലമായി ആ കല്ല് തിരിച്ച് ഉരുളാതിരിപ്പാൻ, ആരും അതിനെ തിരിച്ചു വയ്ക്കാതിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതനെ അതിൻ്റെ മേൽ ആക്കി വച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന, എൻ്റെ വചന സന്ദേശത്തെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം പറയുന്നു: നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചില കല്ലുകളെ മാറ്റും. നിന്റെ ജീവിതത്തിന് വിരോധമായി, നിന്റെ ആത്മീക ജീവിതത്തിന് വിരോധമായി, പ്രതികൂലമായി നിൽക്കുന്ന ചില കല്ലുകളെ സ്വർഗത്തിലെ ദൈവം ഉരുട്ടിക്കളയും. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അത് ഉരുട്ടിക്കളയുക മാത്രമല്ല, അത് തിരിച്ച് ഉരുളാതിരിപ്പാൻ, അത് തിരിച്ച് നിനക്ക് പ്രതികൂലമായി മാറാതിരിപ്പാൻ അതിൻ്റെ മേൽ ദൈവം തന്നെ ദൂതനെ ആക്കി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: ദൈവം എനിക്ക് വേണ്ടി വാതിൽ തുറന്നാൽ ആർക്കതിനെ അടയ്ക്കുവാൻ കഴിയും? അവൻ അടച്ചാൽ ആർക്കും തുറക്കുവാൻ കഴിയത്തില്ല, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. ഇവിടെ 3 സഹോദരിമാർ, 3 സ്ത്രീകൾ വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ചപ്പോൾ അവർ എത്തുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി, തൻ്റെ ജനത്തിന് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുകയാണ്. വളരെ വലിയൊരു ഭൂകമ്പം അവിടെ ഉണ്ടായി. സ്വർഗത്തിലെ ദൈവം അവിടെ ഇറങ്ങി വന്നു, കല്ലിനെ ഉരുട്ടി മാറ്റി അതിൻ്റെ മേൽ ഇരിക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനത്തോട് ഞാൻ പ്രകാരം വിളിച്ചു പറയട്ടെ: നിനക്ക് വേണ്ടി ചില കല്ലുകളെ സ്വർഗത്തിലെ ദൈവം ഉരുട്ടിക്കളയും. കഴിഞ്ഞ നാളുകൾക്ക് ചില ദിവസങ്ങൾ, ചില നാളുകളായിട്ട് ദൈവത്തോട് ചിലർ ചോദിക്കുന്ന ചോദ്യമുണ്ട്: ആര് എനിക്ക് വേണ്ടി ഈ കല്ലിനെ ഉരുട്ടിക്കളയാം? ആര് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാം? ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാ: നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം കല്ലുകളെ ഉരുട്ടിക്കളയും. നിനക്ക് വേണ്ടി നിന്റെ ജീവിതത്തിൽ പ്രതികൂലമായി നിൽക്കുന്ന കല്ലിനെ സ്വർഗത്തിലെ ദൈവം ഉരുട്ടിക്കളയും. നിന്റെ ജീവിതത്തിൽ ഭാരമായി നിൽക്കുന്ന രോഗത്തിൻ്റെ കല്ലിനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൈവം അതിനെ ഉരുട്ടിക്കളയും. നിന്റെ ആത്മീക ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വിരോധമായി തടസ്സമായി നിൽക്കുന്ന പ്രതികൂലത്തിൻ്റെ കല്ലിനെ സ്വർഗത്തിലെ ദൈവം ഉരുട്ടിക്കളയും. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ സ്തോത്രം, ദൈവത്തിൻ്റെ പരിശുദ്ധ ആലോചന പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവ ജനത്തിൻ്റെ മേൽ ഒരു വിടുതൽ സംഭവിക്കുവാൻ വേണ്ടി പോകുന്നു. ഏതു തരത്തിലുള്ള കല്ല് നിങ്ങളുടെ ജീവിതത്തിലായിരുന്നാലും അതിനെ മാറ്റുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യപ്പെട്ടത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ സന്നിധി ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്നു. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന ജനത്തിൻ്റെ മേൽ ഒരു വിടുതലിനെ കർത്താവ് അയക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ കല്ലിനെ നീക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം ശക്തനെന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്തതിനായിട്ട് സ്തോത്രം. ദൈവം വിടുതൽ അയച്ചതിനായി സ്തോത്രം. രോഗികളെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം.
പ്രതികൂലത്തെ ദൈവം നീക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ കർത്താവേ, ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ.